നമ്മൾക്ക് ഇന്നും ഇന്നലകളിലെയും വാർത്തകൾ നോക്കാം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി അവസാന ദിവസമാണ് ഇന്ന്. എപ്പോഴായിരിക്കും ഈ വീഡിയോ എനിക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇന്ന് ഏതാണ്ട് ഒരു മണിക്കൂറിന് മുന്നേ തന്നെ കാസർഗോഡ് ജില്ലയിൽ സ്കൂൾ സെൻഡ് ഓഫിൽ കഞ്ചാവ് പാർട്ടി എന്ന തലക്കെട്ടോടുകൂടി പ്രധാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 10ാം ക്ലാസ്സിലൊരു കുട്ടി കോഴിക്കോട് ജില്ലയിൽ അതീവ ഗുരുതരമായി തൻ്റെ സെൻഡ് ഓഫിലുണ്ടായ പ്രശ്നങ്ങൾക്കിടയിൽ പാട്ട് ഒരു സ്കൂളിലെ കുട്ടികൾ ആലപിച്ച ഡാൻസ് പരിപാടികൾക്കിടെ മറ്റൊരു സ്കൂളിലെ കുട്ടികൾ അതിൻ്റെ സോങ് നിർത്തി എന്ന കാരണം കൊണ്ട് ഒരു കുട്ടിയെ ഗുരുതരമായി അടിച്ചു പരിക്കേൽപ്പിച്ച് അവൻ ICUയിൽ കിടക്കുന്ന ഒരു അച്ഛൻ്റെ കരച്ചിലും ഞാനിപ്പോൾ തൊട്ടു മുന്നേ കണ്ടു. മറ്റൊരിടത്ത് തൻ്റെ രണ്ടാമത്തെ മകനും തൻ്റെ പെറ്റുമ്മയും തൻ്റെ കൂടപ്പിറപ്പിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളാകേണ്ടവളും ഖബറിടത്തിൽ സന്ദർശിച്ച മറ്റൊരച്ഛൻ്റെ തേങ്ങലും ഞാൻ തൊട്ടു മുന്നേ കണ്ടു. മറ്റൊരിടത്ത് ഡ്രഗ്സ് ഉപയോഗിച്ച് MDMA പോലീസ് പിടിച്ചതിന് വളരെ മിടുക്കനായ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിൻ്റെ പേരും ഞാൻ തുടർ സമയങ്ങളിൽ പറയുന്നുണ്ട്, വളരെ മിടുക്കനായ ഒരു രാഷ്ട്രീയ നേതാവ്, വളരെയധികം പ്രഗത്ഭം തോന്നിയ, അഭിമാനം തോന്നിയ ഒരു അച്ഛനെയും ഞാനിന്ന് കണ്ടു. MDMA ഉപയോഗിച്ച തൻ്റെ മകനെ പിടിച്ച പൂവാർ സ്റ്റേഷനിലെ പോലീസുകാരോട് നന്ദി പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ എൻ്റെ 45 വയസ്സിനിടെ ഞാൻ ആദ്യമായി കണ്ടതും എൻ്റെ കൊച്ചു കേരളത്തിൽ തന്നെയല്ലേ. ആ വാർത്ത ഇന്നലെ വൈകിട്ട് പ്രസിദ്ധീകരിച്ചതോടുകൂടി ഇന്ന് മറ്റൊരു കുട്ടി മലപ്പുറം ജില്ലയിൽ നിന്നും തൻ്റെ തുറന്നു പറച്ചിലോടുകൂടി ഒരു മിടുക്കനായ ഒരു യുവാവ് താൻ ഉപയോഗിച്ച 13 കേസുകളിൽ തന്നെ കുടുക്കിയ തൻ്റെ 12 കൂട്ടുകാരോടൊപ്പം 9ാം ക്ലാസ്സിൽ തുടങ്ങിയ കഞ്ചാവ് വലിക്കുന്നതിന് തന്നെ സഹായിച്ച മജിസ്ട്രേറ്റിനോട് നന്ദി പറഞ്ഞ്, വിമുക്തിയുടെ അമൃത മാഡത്തിനോട് നന്ദി പറഞ്ഞ്, തൻ്റെ സംവിധാനങ്ങളോടും സിസ്റ്റത്തിനോടും നന്ദി പറഞ്ഞ് മനോരമയുടെ ചാനലിലൂടെ തൻ്റെ സ്വത്വത്തെ പുറത്തു കാണിച്ചുകൊണ്ട് സംസാരിച്ച ഒരു കുട്ടിയും എൻ്റെ പ്രബുദ്ധ കേരളത്തിൽ തന്നെയല്ലേ. അതോടൊപ്പം തന്നെ എല്ലാ നെഗറ്റീവ് വാർത്തകളും കാണുന്നതോടൊപ്പം തന്നെ തൻ്റെ ഹൃദയം നിലയ്ക്കുന്ന വേദനയോടുകൂടി വണ്ടി ഓടിച്ചു പോയ ഒരു വക്കീലിനെ കൊല്ലം ജില്ലയിലെ 3 ITA വിദ്യാർത്ഥികൾ തദവസരത്തിൽ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ച കഥയും നമ്മളാരും കാണാതെ പോയ വാർത്തകളിലുണ്ട്. പറഞ്ഞു വന്നത് 3 തരത്തിൽ 3 വ്യത്യസ്തരായ അച്ഛന്മാരുടെ കണ്ണുനീരുകളും വേദനയും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് മീഡിയ ലിറ്ററസി അല്ലെങ്കിൽ ഇവയൊക്കെ തന്നെ കാണിക്കുന്നതിനുള്ള സെൻസറിങ് നമ്മുടെ സർക്കാർ എത്രയും പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുവരേണ്ടതല്ലേ. അതങ്ങനെ ചെയ്യാതിരുന്നാൽ ഇതെല്ലാം കണ്ട് കേട്ടു പോകുന്ന നമ്മുടെ പുതിയ തലമുറ എന്ന് മറ്റുള്ളവർ പറയുന്ന മിടുക്കരായ കുഞ്ഞുങ്ങൾ ഓരോ ദിവസം പ്രതിയും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കില്ലേ. നമ്മുടെ മതപാഠശാലകളും അമ്പലങ്ങളും പള്ളികളും മദ്രസകളും എല്ലാം മാറേണ്ടതല്ലേ. മതം പഠിപ്പിക്കുകയും മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മതത്തിൻ്റെ ആവശ്യകത നമ്മൾ തിരിച്ചു ചിന്തിക്കേണ്ടതല്ലേ. നമ്മളുടെ ഓരോ സമ്പ്രദായങ്ങളും സംവിധാനങ്ങളും ഇതിനെതിരെ ചിന്തിക്കേണ്ടതും ഇത് പഠിപ്പിക്കേണ്ടതും ആവശ്യമല്ലേ. നമ്മുടെ ബഹുഭൂരിപക്ഷം വിദ്യാലയങ്ങളിലും ഒരു പരിധിവരെ ഉള്ള ഒരു 10% താഴെയുള്ള ടീച്ചേഴ്സെങ്കിലും കൂടുതൽ തങ്ങളുടെ അധ്യാപക റൂമുകളിൽ സംസാരിക്കുന്നതിൽ കുട്ടികളുടെ പ്രണയങ്ങളും മറ്റു പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് തീർത്തും A+ മാർക്കുകൾക്കുള്ളിൽ നിന്ന് വിജയം കൊണ്ടുവരുന്നതും 100% വിജയവും AC റൂമുകളും ഇൻ്റർനാഷണൽ അഫയേഴ്സും എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്യുന്നതും മാറ്റിവെച്ചുകൊണ്ട് മെൻ്റൽ ഹെൽത്തിന് കൃത്യമായ പ്രാധാന്യം കൊടുത്ത പരിശീലന കളരികളും കുട്ടികൾക്ക് IQവും EQവും DQവും കൃത്യമായി കൊടുക്കുന്ന സംവിധാനങ്ങളും ഉണ്ടാകുന്ന വിദ്യാലയങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അത് ഉണ്ടാകേണ്ടതും നമ്മൾ ഉൾപ്പെടുന്ന എല്ലാവരുടെയും കടമ തന്നെയല്ലേ. ഈ കടമകൾക്ക് എല്ലാം വിഘാതമുണ്ടായപ്പോഴല്ലേ അഫാൻ എന്ന കൊടും ക്രൂരനായ ഒരു സോഡിയാക് കില്ലർ നമ്മളുടെ കേരളത്തിൽ, നമ്മളുടെ തലസ്ഥാന നഗരിയിൽ ഉണ്ടായത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.